ആലപ്പുഴ രാമങ്കരിയിൽ കോൺഗ്രസ് പിന്തുണയോടെ CPM വിമതരുടെ ഭരണം അവസാനിപ്പിച്ചു. CPM വിമതനായ രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയമാണ് പാസായത്. UDF അവിശ്വാസ പ്രമേയത്തെ 4 CPM അംഗങ്ങളും പിന്തുണച്ചു. ദുർബലന്മാർ എന്തും ചെയ്യും. അപ്പം ഞാനിനിയും CPIയുമായി ബന്ധപ്പെട്ട് ആ CPIയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ നല്ല നിലപാടുമായി മുന്നോട്ട്. ഈ രാജേന്ദ്രകുമാർ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം CPM ഇവിടെ വളരില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഒപ്പിട്ട് കൊടുത്തെന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് CPM നൽകിയ അംഗീകാരമായി ഞാനതിനെ കരുതുകയാണ്. വിവരങ്ങളുമായി രഘുനാഥ് നാരായൺ ചേരുന്നു. രഘുനാഥ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? കഴിഞ്ഞ കുറച്ച് നാളുകളായി രാമങ്കരിയിൽ പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കുറച്ചധികം ആളുകൾ CPIയിൽ ചേർന്നിരുന്നു. അന്നു മുതൽ നീറി പുകയുന്ന പ്രശ്നമാണിന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ അവസാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പ്രശ്നത്തിന് തുടക്കമായിരിക്കുന്നത്. കാൽ നൂറ്റാണ്ടിലധികമായി അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. CPIക്ക് പോലും ഒരംഗങ്ങൾ അവിടെ ഇല്ല. അവിടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു വിമത വിഭാഗം ഉണ്ടാവുകയും 6-7 ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവിടുത്തെ വിമതരായ മുൻ CPMകാരെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി CPM അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അതിൽ 4 UDF അംഗങ്ങൾ, 3 കോൺഗ്രസും 1 കേരള കോൺഗ്രസും, ഒപ്പം തന്നെ 4 CPM അംഗങ്ങൾ കൂടി പിന്തുണച്ചതോടുകൂടി വിമതനായ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അവിശ്വാസ പ്രമേയം പാസ്സാക്കിയതിന് മുൻപായ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും മാത്രമല്ല, അദ്ദേഹം പഞ്ചായത്ത് അംഗസ്ഥാനവും CPMന്റെ പാർട്ടി അംഗത്വവും രാജിവെച്ചിട്ടുണ്ട്. ഇനി CPIയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. CPM രാജിവെച്ച് പുറത്തു വന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ രക്തഹാരം അണിയിച്ചാണ് CPI പ്രവർത്തകർ സ്വീകരിച്ചത്. അവിടെ തൊട്ടടുത്താണ്, പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്താണ് CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ്. അവിടെ CPM പ്രവർത്തകരും തമ്പടിച്ചിരുന്നു. അതുകൊണ്ട് ചെറിയൊരു സംഘർഷ സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും അവിടെ പോലീസ് തുടരുകയാണ്. ശരി രഘുനാഥ്.